അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ രണ്ട് ബൈക്കും കുറേ നേരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കൺക്ലൂഷനിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. യമഹയുടെയും സുസുക്കിയുടെയും ഇൻസ്റ്റന്റ് ഹിറ്റായ രണ്ട് ബൈക്കുകൾ, 150cc സെഗ്മെന്റിലെ ഏറ്റവും ഫീച്ചർ ലോഡായ രണ്ട് ജപ്പാനീസ് ബൈക്ക്, FC GIXXER. എന്നാൽ FCയുടെയും GIXXERന്റെ ഒരു ഹെഡ് ടു ഹെഡ് കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ ബൈക്കിന് ഡൗൺ പേയ്മെന്റ് അടക്കം എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് ഡിസൈനെ പറ്റി നോക്കാം. രണ്ട് ബൈക്കിലും ലോ സെറ്റ് LED ഹെഡ്ലാമ്പാണ് വരുന്നത്. LED ആയതുകൊണ്ട് തന്നെ പവർ കൺസംഷൻ വളരെ കുറവാണ്. ലൈറ്റ് സ്പ്രെഡും നല്ല കൂടുതലാണ്. ബൈക്കിന്റെ ടാങ്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ രണ്ടും നല്ല ഹെവി മസ്കുലർ ടാങ്കാണ് രണ്ട് ബൈക്കിനും വരുന്നത്. ലുക്ക് ഡിസൈനിലും ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും, അവരുടെ ഒപ്പീനിയനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഞാൻ ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയനാണ് നിങ്ങളോടൊപ്പം ലുക്ക് ഡിസൈൻ എന്ന സെക്ഷനിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓൾഡർ വെർഷനോട് സിമിലർ ആയ ഒരു ടാങ്കാണ് GIXXERന് വരുന്നത്. അതിൽ തന്നെ ഒരു എക്സ്റ്റൻഡ് ആയ ഒരു ടാങ്ക് കൗൾ വരുന്നുണ്ട്. ബൈക്കിന് നല്ലൊരു ഷാർപ്പ് ലുക്ക് ഈ ടാങ്ക് കൗൾ കൊടുക്കുന്നുണ്ട്. ഡുക്കാട്ടി മോൺസ്റ്ററോട് സിമിലർ ആയ ഒരു 3 ലെയർ ഹെഡ്ലൈറ്റ് ഡിസൈൻ ആണ് GIXXERന് വരുന്നത്. ടൈലൈറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ റിഫൈൻ ചെയ്ത് നല്ല ഷാർപ്പ് ആക്കിയിട്ടുണ്ട്. SF 250, 150 എന്നീ ബൈക്കിങ്ങിനോട് ഷെയർഡ് ആയ ടൈലൈറ്റ് ആണ് വരുന്നത്. മിക്ക സ്ട്രീറ്റ് ഫൈറ്റർ ബൈക്കുകളും കാണുന്ന പോലത്തെ ഫ്ലാറ്റ് ഹാൻഡിൽ ബാറാണ് രണ്ട് ബൈക്കിലും വരുന്നത്. FC നോക്കുവാണെങ്കിൽ നല്ല വൈഡ് ടാങ്കാണ് വരുന്നത്. എയർ ഇൻടേക്ക് വെന്റിനോട് സാമ്യം തോന്നിക്കുന്ന രണ്ട് സ്കൂപ്പ് രണ്ട് ടാങ്കിൻ്റെയും സൈഡിലുണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് എൻജിൻ കവർ ചെയ്യുന്നൊരു എക്സ്റ്റൻഷൻ വരുന്നുണ്ട്. കൂടാതെ ബെല്ലി പാനും വരുന്നുണ്ട്. ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ FC 250യോട് സിമിലർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ് ഇപ്പോൾ 150ക്ക് വരുന്നത്. പഴയ വെർഷനേക്കാളും കുറച്ചും കൂടിയും ഹൈറ്റിലുള്ള ഹാൻഡിൽ ബാറാണ് FCക്ക് ഈ തവണ ഉള്ളത്. ഹെഡ്ലൈറ്റ് എനിക്ക് രണ്ട് ബൈക്കിന്റെ ഹെഡ്ലൈറ്റ് എനിക്ക് ഇഷ്ടമായി. ടൈലൈറ്റ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് GIXXERന്റെ ടൈലൈറ്റ് ആണ്. പിന്നെ സൈഡിൽ നിന്നുള്ള ലുക്ക് പറയുകയാണെങ്കിൽ എനിക്ക് FCയുടെ വെർഷൻ 3യുടെ ലുക്കാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. ആ ടാങ്കും ആ ഹെഡ്ലൈറ്റും കൂടി നന്നായിട്ട് യോജിക്കുന്നൊരു ഡിസൈനാണ് FC വെർഷൻ 3യുടെ. GIXXERും മോശമില്ലാത്തൊരു ഡിസൈനാണ്. നമുക്ക് രണ്ട് ബൈക്കിന്റെ സീറ്റിനെ പറ്റി നോക്കാം. FCക്ക് സിംഗിൾ സീറ്റ് ഡിസൈനാണ് വരുന്നത്. GIXXERനാകുമ്പോൾ സ്പ്ലിറ്റ് സീറ്റാണ് വരുന്നത്. റൈഡർക്കും പില്ലിനും കുറച്ചും കൂടി നല്ല റൂമുള്ള സീറ്റാണ് FCയുടെ. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ലേഡീസിനൊക്കെ കുറച്ചും കൂടി ആക്സസ് ചെയ്യാൻ എളുപ്പമുള്ള സീറ്റാണ് FCയുടെ. GIXXERന്റെ ഒരു കോമ്പാക്ട് ഡിസൈനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടൈല് കുറച്ച് ലിഫ്റ്റ് ചെയ്ത ഡിസൈനാണ്. അതുപോലെ തന്നെ സീറ്റ് കുറച്ചും കൂടി ആംഗിൾഡ് ആണ്. രണ്ട് സീറ്റിൽ ഇരിക്കാനുള്ള കംഫോർട്ടൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. രണ്ടിലും ഏകദേശം സെയിം ഫോമൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. സീറ്റ് ഒത്തിരി ഹാർഡും അല്ല, എന്നാൽ ഒത്തിരി സോഫ്റ്റും അല്ല. GIXXER തോന്നിയ എനിക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡായിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ സീറ്റിൽ നിന്ന് കുറച്ച് സ്ലൈഡ് ചെയ്ത് ടാങ്കിൻ്റെ അങ്ങോട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആ സീറ്റ് കുറച്ച് ആംഗിൾഡ് ആയതുകൊണ്ടായിരിക്കണം. പക്ഷെ എനിക്ക് FCയിൽ ഇങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടില്ല. പോസ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാൻഡിൽ ബാറും ഫുഡ് ബക്കും ഒക്കെ നോക്കുവാണെങ്കിൽ നല്ല കംഫോർട്ടബിൾ പൊസിഷനിൽ തന്നെയാണുള്ളത്. ഹൈവേയിലും സിറ്റിയിലും ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് രണ്ട് ബൈക്കും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചസും നല്ല വിസിബിലിറ്റി ഉള്ള മിററാണ് രണ്ട് ബൈക്കിനുള്ളത്. മീറ്റർ കൺസോളിനെ പറ്റി നോക്കുവാണെങ്കിൽ ബേസിക്കായ കാര്യങ്ങൾ മാത്രമാണ് FCയുടെ മീറ്റർ കൺസോളിലുള്ളത്. ക്ലോക്ക്, ട്വിൻ ട്രിപ്പ് മീറ്റർ, RPM, സ്പീഡോ എന്നിവയാണ് FCയുടെ മീറ്ററിലുള്ളത്. നെഗറ്റീവ് LED ഡിസ്പ്ലേ ആണ് FCക്ക് വരുന്നത്. GIXXER നോക്കുകയാണെങ്കിൽ സെഗ്മെന്റിലെ ഏറ്റവും നല്ല കൺസോൾ എന്ന് തന്നെ പറയാം. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ഗിയർ പുഷ് ഇൻഡിക്കേറ്റർ ലഭിക്കുന്നുണ്ട്. ഫ്യൂവൽ ടാങ്ക് വരുന്നത് FCക്ക് 12.8 ലിറ്ററും GIXXERന് 12 ലിറ്ററാണ് വരുന്നത്. വണ്ടിയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ FCക്ക് 137 കിലോഗ്രാമും GIXXERന് 140 കിലോഗ്രാമുമാണ് വരുന്നത്. ഇനി നമുക്ക് പെർഫോമൻസ്, പവർ ഇതിനെപ്പറ്റി നോക്കാം. ഇവിടെയാണ് GIXXER ശരിക്കും സ്കോർ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ GIXXERൽ വലിയ എഞ്ചിനാണ് ലഭിക്കുന്നത്. GIXXERൽ 155cc എഞ്ചിനാണുള്ളത്. FC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 149cc എഞ്ചിനാണ് FCക്ക് ഉള്ളത്. ഇനി പവർ നോക്കുകയാണെങ്കിൽ GIXXERന് വരുന്നത് 40 PS പവറാണ് വരുന്നത്. FC നോക്കുകയാണെങ്കിൽ 30.2 PS പവറാണുള്ളത്. അതുപോലെ തന്നെ ടോർക്കും GIXXERന് തന്നെയാണ് ഉള്ളത്. 40 Nm ടോർക്കാണ് GIXXERനുള്ളത്. FCക്ക് നോക്കുകയാണെങ്കിൽ 12.8 Nm ആണ് FCക്ക് ടോർക്ക്. പെർഫോമൻസിലും റൈഡിംഗ് ഡൈനാമിക്സിലും വണ്ടി ഓടിക്കുന്ന ത്രില്ലിലും എല്ലാം GIXXERന്റെ സ്പോർട്ടി എഞ്ചിൻ FCനേക്കാളും ഒരുപടി മുന്നിലാണ്.
എഫ് സി അത്ര മോശം വണ്ടിയൊന്നുമല്ല, ഒരു സ്ട്രീറ്റ് ഫൈറ്റർ കോൺസെപ്റ്റിനോട് നീതി പുലർത്തുന്ന വണ്ടിയാണ്. സിറ്റി റൈഡിനൊക്കെ നല്ല യോജിച്ച വണ്ടിയാണ്. സിറ്റി റൈഡൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് എഫ് സി. ഹൈവേയിലും ഓപ്പൺ സ്ട്രെച്ചിലും എല്ലാം ജിക്സർ എഫ് സിക്ക് മുന്നിൽ തന്നെയാണ്. ഒരു 95 to 100 കിലോമീറ്റർ റേഞ്ചിൽ എഫ് സി നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിട്ട് ഓടിക്കാം. പക്ഷെ ഒരു 100-ന് എബോ കുറച്ചും കൂടി കോൺഫിഡൻസ് വരുന്നത് ജിക്സറാണ്. ജിക്സർ ഇപ്പോൾ FI സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെ FI വേരിയന്റ്, കാർബറേറ്റർ വേരിയന്റ് ഒന്നുമില്ല. ഇപ്പോൾ സുസുക്കി ഇപ്പോൾ FI മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. എഫ് സി പോലെ തന്നെ ജിക്സറും FI വേരിയന്റ് തന്നെയാണ് ലഭിക്കുന്നത്. എഫ് സിക്ക് ബ്ലൂ കോർ ടെക്നോളജി ഉള്ള പോലെ തന്നെയുള്ള ഫീച്ചറാണ് സുസുക്കിയുടെ ഈക്കോ പെർഫോമൻസ് ടെക്നോളജി. കമ്പഷന്റെ എഫിഷ്യൻസി കൂട്ടിയും ഫ്രിക്ഷൻ കുറച്ചും നല്ല പവറും എക്കണോമിയും കൂട്ടുക എന്നുള്ളതാണ് ഈ രണ്ട് ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഞ്ചിൽ രണ്ട് ബൈക്കിലും വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഫീല് എഫ് സിയുടെ ആണ് കുറച്ചും കൂടി ലൈറ്റർ. ലിവറിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം രണ്ട് ബൈക്കിന്റെ നല്ല ക്വാളിറ്റിയുള്ള ലിവറാണ്. ഗിയർ ബോക്സ് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ടാണ് രണ്ട് ബൈക്കിനെ വർക്ക് ചെയ്യുന്നത്. രണ്ട് ബൈക്കും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് തന്നെ എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആക്സലറേഷനൊക്കെ നല്ല ക്ലീൻ ആണ്, നല്ല ടോട്ടൽ റെസ്പോൺസ് ആണ്. ചെറിയ ലാഗ് കാര്യങ്ങളൊന്നുമില്ല രണ്ട് ബൈക്കിലും. ഇനി രണ്ട് ബൈക്കിന്റെയും ബ്രേക്കിങ്ങിനെ പറ്റി പറയാം. എഫ് സിക്കാണ് ഫ്രണ്ടിൽ വലിയ ഡിസ്ക് വരുന്നത്. 282 mm ഡിസ്ക് ആണ് എഫ് സിക്ക് വരുന്നത്. ജിക്സറിന് വരുമ്പോൾ 266 mm ആണ് വരുന്നത്. ബാക്ക് സൈഡിൽ ജിക്സറിനാണ് വലിയ ഡിസ്ക് വരുന്നത്. ജിക്സറിന് 240 mm ഡിസ്ക് ആണ് വരുന്നത്. എഫ് സി വെർഷൻ 3ക്ക് 220 mm ഡിസ്ക് ആണ് വരുന്നത്. രണ്ട് ബൈക്കിലും സിംഗിൾ ചാനൽ ABS സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി പേഴ്സണലി എനിക്ക് ബ്രേക്കിംഗ് ജിക്സറിന്റെ ബ്രേക്കിംഗ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇനി സസ്പെൻഷനെ പറ്റി പറയാം. ഫ്രണ്ടിൽ 41 mm ഫ്രണ്ട് ഫോർക്കാണുള്ളത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു മാസ് ലുക്ക് രണ്ട് ബൈക്കിനും കൊടുക്കുന്നുണ്ട് ഈ സസ്പെൻഷൻ. ബാക്കിൽ മോണോഷോക്കാണ് രണ്ട് ബൈക്കിലും വരുന്നത്. ഹൈവേയിൽ നല്ല കംഫോർട്ട് തരുന്ന സസ്പെൻഷനാണ് ബാക്കിൽ. ഹൈ സ്പീഡിലും എല്ലാം നല്ല സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഈ സസ്പെൻഷൻ. ഇനി ടയറിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ബൈക്കിന്റെയും ടയർ സൈസ് സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ 100ഉം ബാക്കിൽ 140 ടയറാണ് വരുന്നത്. ഡ്രൈ സർഫസിലും വെറ്റ് സർഫസിലും നല്ല ഗ്രിപ്പ് വരുന്ന ടയറാണിത് രണ്ട് ബൈക്കിന്റെയും. ഞാൻ ലാസ്റ്റ് ആയിട്ട് ബൈക്കിന്റെ ഡൗൺ പേയ്മെന്റും EMIയും ബൈക്കിന്റെ പ്രൈസിനെ പറ്റി പറയാം. അത് ഞാൻ എഫ് സിയുടെ പറയാം. എഫ് സിയുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 98,000 rupees ആണ് പ്രൈസ് വരുന്നത്. അതിന്റെ ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത് 20,000 ആണ്. അതിന്റെ EMI എന്ന് പറയുന്നത് 3,500 ആണ്. അത് 36 മാസത്തേക്ക്. ജിക്സറിന്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 1 ലക്ഷം രൂപയാണ് വരുന്നത്. ജിക്സറിന്റെ ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റും 20,000 രൂപയാണ് വരുന്നത്. 20,000 ആണ് വരുന്നത്. അതിന്റെ EMI എന്ന് വരുന്നത് 3,827 ആണ് വരുന്നത്. അതും 36 മാസത്തേക്ക് തന്നെയാണ്. ബൈക്കിന്റെ ഓൺ റോഡ് പ്രൈസിനെ പറ്റിയും ഫിനാൻസിനെ പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ രണ്ട് ബൈക്കിന്റെയും റെപ്രസെന്റേറ്റീവിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊരു കൺക്ലൂഷനിൽ എത്താം. അപ്പം നിങ്ങൾ ഹൈവേയിലോ ഓപ്പൺ സ്ട്രെച്ചിലോ അധികം സ്പീഡിൽ പോകാത്ത ഒരാളാണെങ്കിലും നിങ്ങളുടെ പ്രൈമറി യൂസേജ് സിറ്റി റൈഡ് ആണെങ്കിലും റൈഡർക്കൊപ്പം തന്നെ പില്ലിനും നല്ല കംഫോർട്ടുള്ള ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, എസ്പെഷ്യലി ലേഡീസിനൊക്കെ കയറിയിരിക്കാൻ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ FC വെർഷൻ 3 നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി നിങ്ങൾ സിറ്റിയിൽ അത്യാവശ്യം ഫ്ലിക്കൊക്കെ ചെയ്ത് നടക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലും ഹൈവേയിൽ നല്ല പവറും കുറച്ച് സ്റ്റെബിലിറ്റി ഒക്കെ ഉള്ള ബൈക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും പെർഫോമൻസിനാണ് നിങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ജിക്സർ നിങ്ങൾക്ക് എന്തായാലും എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങളോടൊക്കെ ഒരു ചെറിയ റിക്വസ്റ്റും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആരെങ്കിലും ഈ ബൈക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഏതെങ്കിലും റിവ്യൂ കണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാതെ
അതല്ല പേപ്പറിലെ സ്പെക്ക് മാത്രം വായിച്ച് കമ്പയർ ചെയ്തൊരു തീരുമാനം എടുക്കാതെ രണ്ട് ബൈക്കും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏത് ബൈക്കാണ് സൂട്ടബിൾ ആയിട്ട് തോന്നുന്നതെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് പുതിയ ബൈക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൻ ഞെക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും റൈഡ് സേഫ്.